ഹലോ നമസ്കാരം. എല്ലാവർക്കും ബിന്ദുസ് കിച്ചൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി തോരനാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഒരു 3 മുട്ടയും 3 സവാളയൊക്കെ വെച്ച് അടിപൊളി ഒരു മുട്ട തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങൊന്ന് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കും. അപ്പോൾ മുട്ടത്തോരൻ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സവാള നമ്മൾ ഓംലേറ്റിനൊക്കെ അരിയുന്നത് പോലെ വളരെ ചെറുതായിട്ട് തന്നെ അരിയണം. അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ അരിയുമ്പോഴത്തേക്ക് വളരെ ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞിടണം. എന്നാലേ നമ്മൾ ആ തോരത്തിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ മാക്സിമം നമ്മൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ഉരുളക്കിഴങ്ങും ഉള്ളിയും ചെറുതാക്കണം. അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കേട്ടോ, ഒരു 3-4 വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് തോരത്തിന്. അതുപോലെ തന്നെ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മുട്ട ഇതുപോലെ ചെറുതായിട്ട്, നമ്മളിപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കടുമുപ്പിച്ചു. ചട്ടി ചൂടായി ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശകലം കടുകിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരയ്ക്കും. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി അടിപൊളിയായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മൾ മുട്ട പുഴുങ്ങിയപ്പോഴത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് കിടക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൽ ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശകലം മതി മഞ്ഞൾപ്പൊടി. അതുപോലെ ശകലം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഗരം മസാല അത് ചെറുതായിട്ട് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ശകലം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് നമ്മളിടുന്ന. ഒരു ശകലം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ മാക്സിമം ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ആ തോരൻ കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാം കൂടെ ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് അതിനകത്ത് ഒന്നിട്ട് കൊടുക്കാം. തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ഇടേണ്ട മസാലകളെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങ മാത്രം ജസ്റ്റ് ഒന്ന് മിക്സിയിലെ ചെറിയ ജാറിനകത്തിട്ട് ഒരു ചെറിയൊരു അടിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാം. നമുക്കിനി ഏറ്റവും അവസാനമാണ് നമ്മൾ മുട്ട ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അത് വളരെ ഉടയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഈ തോരൻ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടണം. നമുക്ക് അവസാനമായിട്ട് ശകലം പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട തോരൻ നല്ല അടിപൊളിയായിട്ട് സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.